ഒരു പിഞ്ചു കുഞ്ഞിന് ജീവനറ്റ ശരീരവും ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട കൈകൾ തന്നെ കാലനായി മാറിയ ക്രൂരതയും അതിനൊപ്പം ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുവെച്ച മറ്റൊരു പൂർവ്വ ചരിത്രവും ചേരുമ്പോൾ കേരള മനസാക്ഷി ഒന്നടങ്കം മുലയ്ക്കുന്ന നടുക്കമാണ് നെടുമങ്ങാട്ട് നിന്ന് പുറത്തുവരുന്നത്. അപകടമരണമെന്ന വ്യാജകഥയ്ക്ക് പിന്നിൽ ഒളിക്കാൻ നോക്കിയപ്പോൾ അഷ്കർ എന്ന രണ്ടാനച്ഛന്റെയും സ്വന്തം ചോരയേക്കാൾ പ്രാധാന്യം ആ കിരാതിന് നൽകിയ അഖില എന്ന അമ്മയുടെയും ക്രൂരമുഖം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് പുറലോകമറിയുന്നത്. ചോറ് കൊടുക്കുന്നതിനിടെ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചെന്നായിരുന്നു ആദ്യ വിശദീകരണമെങ്കിലും കുഞ്ഞിന്റെ ശരീരത്തിൽ കാണപ്പെട്ട 51ഓളം മുറിവുകളും ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവ് തെളിയിക്കുന്നത് ആ 1.5 വയസ്സുകാരൻ അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളായിരുന്നു എന്നാണ്. കരഞ്ഞു വിളിച്ച കുഞ്ഞിന്റെ തലയ്ക്ക് ക്രൂരമായി അടിച്ച് നിലത്തിട്ടപ്പോൾ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ആ പിഞ്ചു ജീവൻ അവസാനിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ അമ്മയുടെ സ്വന്തം മാതാവ് റീന പോലും അവൾ എൻ്റെ മകളാണെന്ന് പറയുവാൻ എനിക്ക് അറപ്പും വെറുപ്പുമാണെന്ന് പ്രതികരിക്കുമ്പോൾ സ്വന്തം ചോരയേക്കാൾ മകൾ മുൻഗണന നൽകിയത് ആ ക്രൂരനാണെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ അഷ്കർ ഒരു സാധാരണ കുറ്റവാളിയല്ല, മറിച്ച് യാതൊരുവിധ മാനസിക രോഗവുമില്ലാത്ത എന്നാൽ എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത ഒരു കൊടും ക്രിമിനലാണെന്ന് അവന്റെ മുൻകാല ചരിത്രം തെളിയിക്കുന്നു. പാലോട് സ്വദേശിയായ 21-കാരി ആമിന എന്ന ആദ്യ ഭാര്യയോട് വിവാഹത്തിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഇയാൾ കാട്ടിയ ക്രൂരതകൾ കേട്ടാൽ മനുഷ്യരക്തം തിളയ്ക്കും. ഇരു കൈകളും ചേർത്ത് ഒരേ സമയം ചെവിക്കടിക്കുക, തലയിൽ മുഷ്ടി ചുരുട്ടി ഇടിക്കുക, വായിൽ വിഷമൊഴിക്കുക, ബോധം കെട്ടപ്പോൾ ഫാനിൽ കെട്ടി തൂക്കുവാൻ ശ്രമിക്കുക, കിണറ്റിലും ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് തള്ളിയിടുക എന്നിങ്ങനെ ഒരു മൃഗത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത ദ്രോഹങ്ങളാണ് അയാൾ ചെയ്തു കൂട്ടിയത്. ഒടുവിൽ 2024 അവളുടെ തല ഭിത്തിയിലടിച്ച് തലച്ചോറിൽ രക്തം കട്ടപിടിക്കുകയും വലിയൊരു സർജറിക്ക് ശേഷം കഴിഞ്ഞ 2 വർഷമായി നടുനിവർത്തിയിരിക്കുവാൻ പോലുമാകാതെ ഒരു ഫിസിയോതെറാപ്പി സെന്ററിൽ ജീവശവമായി കിടക്കാൻ ആമിനയെ നിർബന്ധിതയാക്കുകയും ചെയ്തു. താൻ വേറെ കല്യാണം കഴിക്കുമെന്നും അടിമയായി വീട്ടിൽ കഴിയണമെന്നുമായിരുന്നു ആമിനയോടുള്ള അയാളുടെ ഭീഷണി. ഇത്രയേറെ ക്രൂരതകൾ ആ പെൺകുട്ടി അനുഭവിച്ചിട്ടും അന്നും ചോദ്യം ചെയ്യാൻ ആരും വരാതിരുന്നാണ് ഇന്ന് ഈ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ ഈ കുട്ടിയുടെ നഷ്ടപ്പെടാനിടയാക്കിയത്. കുഞ്ഞിന്റെ ദേഹത്ത് പരിക്കുകൾ കണ്ട് അമ്മൂമ്മ പോലീസിൽ പരാതി നൽകിയിട്ടും അത് ഗൗരവമായി എടുക്കാതിരുന്ന പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയും വിരൽ ചൂണ്ടുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പോരായ്മകളിലേക്കാണ്. സ്വന്തം ചോരയെ സംരക്ഷിക്കുവാൻ കഴിയാത്ത അമ്മയ്ക്കും ഒരു പിഞ്ചു കുഞ്ഞിന്റെയും യുവതിയുടെയും ജീവിതം തകർത്ത ആ കിരാതനും നിയമത്തിന്റെ പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നും ഇനി ഒരു കുടുംബവും ഇത്തരം ഒരു ദുരാവസ്ഥയ്ക്ക് കോടതി കയറാൻ ജാമ്യത്തിന് പോകില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വികാരം വ്യക്തമാക്കുന്നു. കളിച്ചു ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ എന്ത് തെറ്റാണ് ആ കുഞ്ഞ് ചെയ്തത് എന്ന ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് മനുഷ്യ മനസാക്ഷിയെ കണ്ണീരാഴ്ത്തുന്ന ഒരു വൻ ദുരന്തമായി ഈ സംഭവം മാറുകയാണ്. ഇവിടെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്. വികാരങ്ങൾ കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. ഒട്ടും സഹിക്കാനാവാത്ത വേദനിപ്പിക്കുന്ന ഈ നിമിഷത്തിൽ TGS മീഡിയയുടെ ഈ ന്യൂസ് പ്രോഗ്രാമിൽ ഏറ്റവും വേദനയോടും ഏറ്റവും കടുത്ത നിരാശയോടും കൂടിയാണ് ഈ വാർത്ത വായിക്കുന്നത്.